നിലവിൽ തിയേറ്ററുകൾ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് ബേസിൽ ജോസഫിന്റെ ടൊവിനോ തോമസും പ്രധാന വേഷത്തിലെത്തി അതിരടി. എന്നാൽ നേർവിപരീതമായി സോഷ്യൽ മീഡിയ ലോകത്ത് നടക്കുന്ന ചർച്ചകളാകട്ടെ മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ദൃശ്യം 3യെ ചുറ്റിപ്പറ്റിയാണ്. മാസ് ആക്ഷൻ ചിത്രമോ വമ്പൻ ബജറ്റോ ഉള്ള ചിത്രമല്ലാതിരുന്നിട്ട് കൂടി വലിയ ആവേശത്തോടാണ് മെയ് 21-ന് പുറത്തിറങ്ങുന്ന ചിത്രത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. 2013-ൽ പുറത്തിറങ്ങിയ ദൃശ്യവും 2021-ൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും നൽകിയ അനുഭവമാണ് മൂന്നാം ഭാഗത്തിനായി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കാനായി ആരാധകരെ പ്രേരിപ്പിക്കുന്നത്. ഇതിനോടകം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന്റെ ടിക്കറ്റുകൾ ഭൂരിഭാഗവും വിറ്റുതീർന്നു പോയിരുന്നു. ആദ്യ രണ്ട് ചിത്രങ്ങളിലെ പോലെ കഥയിലൂടെ ട്വിസ്റ്റ് മറ്റാർക്കും മുമ്പ് അറിയാനുള്ള തത്രപ്പാടിലാണ് ആരാധകരും. ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് ലോകപ്രശസ്തനായ ഇന്ത്യൻ സംവിധായകൻ രാജമൗലി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത്. രാജമൗലിയുടെ പാൻ ഇന്ത്യൻ ചിത്രം RRറുമായി ബന്ധപ്പെട്ട് ഗലാട്ട പ്ലസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ദൃശ്യം 1നെയും ദൃശ്യം 2നെയും കുറിച്ച് രാജമൗലി പരാമർശിച്ചത്. അവസാനമായി കണ്ടപ്പോൾ തനിക്ക് ഈ ചിത്രം സംവിധാനം ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയ ചിത്രം ഏതായിരുന്നു എന്ന് അവതാരകന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ദൃശ്യം 1ഉം 2ഉമായിരുന്നു ആ ചിത്രങ്ങളെന്നും ഇരു ചിത്രങ്ങളും തനിക്ക് ഒരുപാട് ഇഷ്ടമായെന്നും രാജമൗലി പറയുന്നു. ചിത്രത്തിന്റെ തിരക്കഥയാണ് തന്നെ ഞെട്ടിച്ചതെന്നും സംവിധായകൻ പറഞ്ഞു. അത്രയും ത്രില്ലിംഗ് ആയിട്ടാണ് ചിത്രം എഴുതിയിട്ടുള്ളതെന്നും ഒരേ സമയം ഇന്റലിജൻസും ക്രിയേറ്റീവും സിമ്പിളായ കഥയുമാണ് സിനിമയുടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.